ഇന്ന് നമുക്ക് അരി അരച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പുളിയില്ലാത്ത ഇഡലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അരി രാവിലെ തന്നെ ഒരു 9:30-10 മണിക്കുള്ളിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കുവേ. അരി മുഴുവനും ഒന്നിച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 3 തവണയൊക്കെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുത്തതാണിത്. ഇതുപോലൊരു കപ്പ് കൊണ്ട് 4 കപ്പ് അരിയാണ് എടുത്തുള്ളത്. 4 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്, 1 കപ്പ് ചോറ്. ഈ ഒരു കണക്കിനാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. ഇത് ഞാൻ 2 ദിവസത്തേക്കുള്ള മാവാണ് അരച്ച് വയ്ക്കുന്നത്. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ദോശ ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതെടുക്കുന്നത് കേട്ടോ. ഇത് രാവിലെ 9 മണിക്ക് ഞാൻ അല്ലെങ്കിൽ 9:30-10 മണിക്കുള്ളിൽ ഇടുന്നുള്ളത്. ഞാൻ തലേദിവസം തന്നെ ഉഴുന്നിൻ്റെ ടിന്നെടുത്തിട്ട് സ്ലാബിൻ്റെ മുകളിൽ വെച്ചേക്കും, മറന്നു പോകാണ്ടിരിക്കാൻ. രാവിലെ ആ പണി ഇതെപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു സംഭവമാണ്, ഈ വെള്ളത്തിലിടുന്ന കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തോടെ ഇട്ട് വെക്കുന്നത്. നിങ്ങളെത്ര നേരത്തെ ഇടണമെന്നില്ല, ഓർത്തിട്ടാൽ മതി. ഇനി നമ്മൾ സാധാരണ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇടുക, വെള്ളം ഒഴിക്കുക, അരച്ചെടുക്കുക. ഞാനിതിൽ ഐസ് ക്യൂബ് ഇടുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒരുവിധം ജാറിലോട്ട് അരിയും ഉഴുന്നും കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അത് നികന്ന് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കും. ചോറും കൂടെ ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടില്ല എന്നുള്ളൂ. 1 കപ്പ് ചോറും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കുക. ഇഡലി ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആവാണ്ടിരിക്കുക, അതുപോലെ കല്ല് പോലെ ആവുക, അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ശരിയാവണില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഞാൻ ഒരു 9:30 തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇഡലിക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ അരിയും ഉഴുന്നും കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുമല്ലോ, ആ വെള്ളം നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം കളയാതെ അങ്ങനെ തന്നെ അരച്ചെടുക്കുക. വേറെ വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, ഈ അരി ഉഴുന്നും കിടന്ന വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ പുളിച്ച് പൊങ്ങുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ അതിന് പുളി ഉണ്ടാവും. ഇഡലിക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ പുളി ഉണ്ടാവില്ല, ഇഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഒട്ടും റെഡി ആവാത്തവർക്കാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മൾ സാധാരണ മാവ് അരച്ചൊഴിച്ച് വയ്ക്കുന്ന പാത്രത്തിലല്ല ഞാൻ ഒഴിച്ചത്, വേറൊരു പാത്രത്തിലാണ് ഒഴിച്ചത്. അപ്പോൾ മാവ് അതിൽ കൊള്ളില്ല, മാവ് പുളിച്ച് പൊങ്ങിയാൽ തന്നെ എന്തായാലും പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് വലിയ പാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. മാവ് അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഒഴിക്കുന്ന പാത്രത്തിൽ ഞാൻ ചോറ് കമത്തി വെച്ചേക്കായിരുന്നത് കാരണമാണ്. പിന്നെ നമ്മൾ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞില്ല, നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ, ചിലരുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പുളി വരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മാവ് പുളിച്ച് പോകുമത്ര. ചിലരുടെ കൈക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. തലേദിവസം 9:30 ഞാൻ മാവ് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം 5 മണി 5:15 ആ സമയത്താണ് ഇതിപ്പോൾ തുറന്ന് നോക്കണത്. അപ്പോൾ അത് നല്ലതുപോലെ പൊങ്ങി, നല്ല പുളിച്ച്, നല്ല രസമായിട്ട് വന്നിരിപ്പുണ്ട്. പുളിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പുളിച്ച് പൊങ്ങി എന്ന് പറഞ്ഞാലും ഒരു തരി പോലും പുളിയില്ലാത്ത ഇഡ്ഡലിയായിരുന്നു. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പുളിയില്ലാത്ത ഇഡലി കിട്ടും. ഞാൻ ഇത്രയും ഉറപ്പിച്ച് പുളിയില്ല എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ പുളി ആർക്കും ഇഷ്ടമില്ല, പുളിയുള്ള ദോശ ഇഡലിയും. അതുകൊണ്ടാണ് ഞാൻ അത്ര ഗ്യാരൻറ്റിയോട് കൂടെ പറയുന്നത്. നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും ഒരു സ്റ്റീലിൻ്റെ ഡപ്പയ്ക്ക് അതിൻ്റെ പകുതി മാവ് എടുത്ത് മാറ്റി വയ്ക്കും ഫ്രിഡ്ജിൽ. അപ്പോൾ തന്നെ വെച്ചേക്കും രാവിലെ. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ പിറ്റേദിവസത്തേക്ക് മാവ് ഓവറായിട്ട് പുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സേഫായിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ മാവിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നല്ല ഒരു ദോശ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റ് ഇഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ രീതിയിൽ ഇഡലി തട്ടിൽ മാവ് ഒഴിച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കുക, അത്രയുള്ളൂ. ഞാൻ ഗ്ലാസ്സിൽ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരൊന്നും പരീക്ഷിച്ച് നോക്ക്, നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒഴിക്കാനായിട്ട് കയ്യിൽ വെച്ചിട്ട് ഓരോന്ന് ഒഴിക്കാൻ നല്ലത്, ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഇഡലിയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഇഡലിയാണ്, നല്ല സൂപ്പർ ഇഡലിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അറിയാത്തവർ ആ ഒരു മെഷർമെൻറ്റ് കപ്പ് എന്തായാലും എല്ലാവരും ഇല്ലാത്തവർ മേടിച്ച് വയ്ക്കുക. 59 രൂപയുള്ള കപ്പും സ്പൂണും എല്ലാം ഉൾപ്പെടെ കിട്ടും അതിൻ്റെ അകത്ത്. അത് നമുക്കൊരു ഉപകാരമുള്ളൊരു വസ്തുവാണ്, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് കറക്റ്റ് അളവിനെല്ലാം അത് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുളിക്കാനായിട്ട് ആ രീതിയും ചെയ്ത് നോക്കിയാൽ മതി, നല്ല അടിപൊളി ഇഡലി ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.